29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിക്കാൻ ഇനി 4 ദിനരാത്രങ്ങൾ. മീഡിയ സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. വനിതാ സംവിധായകരുടെ സിനിമകളുടെ പ്രാതിനിധ്യമാണ് ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയെന്ന് ആർ ബിന്ദു പറഞ്ഞു. തലസ്ഥാനത്തെ ചലച്ചിത്ര രാപ്പകലുകൾക്ക് തിരിതെളിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മീഡിയ സെൽ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ പ്രവർത്തിക്കുന്ന മീഡിയ സെൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായിരിക്കും ഈ വർഷത്തെ മേളയെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ വിഭാഗങ്ങളുടെ താൽപര്യങ്ങളെയും ഉൾക്കൊണ്ടു പോകേണ്ട സമീപനം ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകണമെന്നും ചലച്ചിത്രാസ്വാദകരെ സംബന്ധിച്ച് ലോകസഞ്ചാര അനുഭവമായി മേള മാറുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ ഇന്നലെകളിൽ സൃഷ്ടിച്ച പുതിയ ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ അലയൊലികൾ അതിശക്തമായ നിലയിൽ ഏറ്റെടുക്കാൻ പിന്നാലെ വരുന്നവർക്ക് കഴിയുന്ന വിധത്തിലാണ് രാജ്യാന്തര സിനിമകളുടെ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ മേള സംഘടിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ അടുത്ത കാലത്ത് ഇതുവരെ ചലച്ചിത്രത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ രാജപാതകളിൽ പ്രവേശനം ലഭിക്കാതെ ഒഴിവാക്കപ്പെട്ട് നിന്നിരുന്ന വിഭാഗങ്ങൾ കൂടി അതിശക്തമായിട്ട് ചലച്ചിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കടന്നു വരുന്നു എന്നുള്ളതും നമുക്കേവർക്കും അഭിമാനകരമായ കാര്യമാണ്. ഇത്തവണത്തെ ചലച്ചിത്രമേളയിൽ വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വനിതാ സംവിധായകർക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി സിനിമയുടെ മേഖലയിൽ വനിതകളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച ചൂടേറിയ ചർച്ചകളും വിവാദങ്ങളുമൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ വിഭാഗത്തെയും സഹാനുഭൂതിയോടെ, സഹജാവബോധത്തോടെ, സമഭാവനയോടെ ഉൾക്കൊണ്ടുപോകാനുള്ള വിശാല മനസ്സ് നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള പ്രതിബോധം സൃഷ്ടിക്കാനും തീർച്ചയായും ഈ ഇടപെടൽ സഹായകരമാകുമെന്ന് കരുതുകയാണ്. 21 പേരടങ്ങുന്ന മീഡിയ ടീമിൽ ഭൂരിഭാഗവും വനിതകളാണ്. ക്യൂറേറ്റർ ഗോഡ്സ സെല്ലം, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, KSFTC ചെയർമാൻ ഷാജി എൻ കരുൺ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.